പറ്റുന്നില്ല അമ്മ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. എന്നൊക്കെയോ ജോയ്മോനെ നീ പറയുന്നേ? നിന്റെ അപ്പൻ ഏതൊക്കെ നാട്ടിൽ പോയി പണിയെടുത്തതാ? അന്നേരം ഇല്ലാത്ത പ്രശ്നമായപ്പോ നീ ആ മരുന്നൊക്കെ മര്യാദയ്ക്ക് എടുക്കുന്നില്ലേ? ഒരു കുരിശും വരച്ച് പോയി കിടക്കാൻ നോക്ക്. എന്തൊക്കെ അറിയണോ അവന്? ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റില്ല. അമ്മ പിന്നെ അവര് വിളിച്ചായിരുന്നു ആരെ? കാണാൻ പോയത്. അപ്പൊ കൊച്ചിന്റെ വീട്ടുകാർ എടാ, അവര് അന്ന് എന്നെ വിളിച്ച് പറഞ്ഞതന്നെ താല്പര്യമില്ലാന്ന്. നീ എന്നെ ചോദിക്കാനാ? അമ്മ കണ്ടോണ്ട് യാതൊരു ബോധവും. നീ പകല് വല്ലതും വിളിച്ചു പോലെ. ആ അമ്മേ. ആ മോനെ കേക്കാവോ? ആ പറ അമ്മ, കേൾക്കാം. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം ഒരുപാടായല്ലോ. എന്നാ പറ്റി? ഇല്ല മോനെ, അമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ഞാൻ നിന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. നീ ഇന്ന് വിളിച്ചേ ഇല്ലല്ലോ. ഓ അതമ്മേ, എന്നും വിളിച്ചിട്ട് എന്ത് പറയാനാ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിന്ന് കുറച്ച് തിരക്കുമായിരുന്നു. അമ്മയ്ക്ക് അറിയാം. എന്നാലും നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാവല്ലോ. മോന് സുഖമല്ലേ? ഓ സുഖം. പിന്നെ ഇന്നാ സണ്ണിച്ചം വന്ന് പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? അയാൾ ഇന്നലെ ഇവിടെ വന്ന് ഒച്ചയും ബഹളവുമായിരുന്നു. മോനെ, ആ കട നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടണോടാ. എനിക്ക് ചിലപ്പോ പേടിയാടാ അയാൾ വന്ന് വല്ലതും. അമ്മയൊന്നും മിണ്ടാതിരി. അമ്മ ഇങ്ങനെ പേടിക്കല്ലേ. എനിക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ അങ്ങനെ കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് പോരുന്നതിന് മുമ്പ് പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പം അങ്ങേര് പറയുന്ന പലിശ കൊടുത്തിട്ടാ 10 ലക്ഷം രൂപ നമ്മൾ വാങ്ങിയത്. എന്നിട്ടിപ്പോൾ 1 വർഷം ആകുന്നതിന് മുമ്പ് അങ്ങേർക്ക് മൊത്തം കാശും തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇല്ലാണ്ടായിപ്പോയി. നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും പോണ്ട മോനെ. പണ്ട് അപ്പനുണ്ടായിരുന്നപ്പോ എത്ര സ്നേഹത്തിരുന്ന കൂട്ടരാ. അമ്മയ്ക്കിപ്പോൾ അവരുടെ സ്നേഹമൊക്കെ എത്ര ഉണ്ടെന്ന് മനസ്സിലായില്ലേ? 3 വർഷം കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയ കാശാ. എന്നിട്ടിപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ കൂടുതൽ വേഷം കെട്ടെടുക്കുകയാണെങ്കിൽ ഇനി അവന്മാർ നോക്കിക്കോളും. അതൊന്നും വേണ്ട മോനെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കാ. അടുത്തെങ്ങും വേറൊരു വീട് പോലും ഇല്ല. എനിക്ക് പേടിയാടാ. അമ്മയൊന്ന് ചുമ്മാതിരി. അത് നമ്മുടെ നാടല്ലേ. അമ്മയൊന്നും പേടിക്കണ്ട. ഞാൻ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേരെ പോയി ഒന്ന് കാണാൻ. ആ സനിയോട് സുധിയോടും ഞാൻ അമ്മയെ വന്നൊന്ന് കാണാൻ പറഞ്ഞിരുന്നു. അവന്മാർ വന്നോ അവിടെ? അമ്മേ, ഒരു കോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി മോനെ. ഹലോ എബി. ആ ആൻഡ്രു പറയടാ. നീ ഇതെവിടെയാടാ? നിന്നെ ഞങ്ങൾ എത്ര നേരമായിട്ട് വിളിക്കുന്നു? നീ തന്നെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യുവാണോ? ഇവിടെ ഞങ്ങൾ എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യുക. ഹലോ, എടാ എബി. ഹലോ. ആടാ ഞാൻ സ്വല്പം തിരക്കിലായിരുന്നു. നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ കോൾ. ചങ്കിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്ന്. അവർക്ക് വീഡിയോ കോൾ ഞാനും വേണമെന്ന് നിർബന്ധം. പാർട്ടിയൊക്കെ എല്ലാ മാസവും ഉള്ളതല്ലടാ. ഇത്തവണത്തേക്ക് നീ എന്നെ ഒന്ന് ഒഴിവാക്ക്. നീ ഇതിങ്ങനെ ഓരോരോ പരിപാടികൾ ഓരോ പ്രാവശ്യം നീ ഞങ്ങളെ ഒഴിവാക്കുകയോ ചെയ്യുന്നത് നിനക്കറിയാവോ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ. നീ ഒന്ന് വരാൻ നോക്കുന്നേ. ഹലോ, നീ നമ്മൾ മിണ്ടാതെ. എടാ, നിന്റെ ഫോണൊക്കെ മാറുന്നേ. നീ ഒന്ന് വന്നേ. എന്താണ് ഇത്? ഞങ്ങൾ വന്നെങ്കിൽ അവിടെ ഹലോ. എടാ എബി. ഹലോ. മോനെ എബി, ആ സണ്ണി വന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ടടാ. അയാള് നമ്മുടെ കഥകിലൊക്കെ മുട്ടുവാ. ഇന്ന് അയാള് ശരിക്കും കുടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പേടിയായിരുന്നടാ. അമ്മേ, അമ്മ പേടിക്കണ്ട. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കട്ടെ. അമ്മ ഇപ്പം അങ്ങെത്തും. നമ്മുടെ പിള്ളേരോടെ ഉണ്ടല്ലോ അമ്മേ. അമ്മരിപ്പോൾ പറന്നു വരും. അമ്മ പേടിക്കണ്ട.
അല്ലെങ്കിൽ ഞാനുള്ള സുബിൻ. ഓസ്ട്രേലിയ. കാനഡ. നാട്ടിൽ നീ ആരാവും? ആകാശത്തിന് വിളിച്ചെന്ന ഒരുത്തിനും എടുക്കുന്നില്ല ദൈവം. അമ്മേ, അമ്മ ഓക്കെ അല്ലേ? അമ്മ പേടിക്കണ്ട, ഞാനവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ എത്തും. എനിക്ക് പേടിയാവുന്നടാ. ആദ്യമായിട്ടല്ല പൈസ കൊടുക്കുന്നത്. പൈസ കൊടുക്കാൻ അറിയാം, പേടിക്കാനും അറിയാം. അമ്മ പേടിക്കണ്ട. കഥ തുറക്കടി. അമ്മ ആരെങ്കിലും വരും അമ്മേ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മോനെയാണോ? അല്ലെങ്കിൽ അമ്മ പോലീസിനെ വിളിക്കും. അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടാ സാജ, നീ എവിടാ? എടാ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് ചെല്ലടാ. എടാ അമ്മ അവിടെ ഒറ്റയ്ക്ക അവിടെ. എടാ ഒന്ന് ചെല്ലടാ പ്ലീസ്. ഹലോ, നീ ഒന്ന് പോയേ. ഈ പാതിരാത്രി വിളിച്ച് മനുഷ്യനെ ശല്യപ്പെടുത്താൻ എന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ലെന്ന്? വെച്ചിട്ടൊന്ന് പോയേടാ. എടാ സാജ, എടാ അമ്മ അവിടെ ഒറ്റയ്ക്കാടാ, നീ ഒന്ന് ചെല്ലടാ പ്ലീസ്. എടാ നീയൊക്കെ ഫോൺ വിളിക്കുമ്പം ഏത് രാത്രിയിലും ഫോൺ എടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനൊരു 10,000 ചോദിക്കുമ്പോഴത്തേനും കയ്യിൽ കാശില്ല. ശരിയെന്നാലും ആയിക്കോട്ടെ കേട്ടോ. എടാ അബി, നിനക്കൊരു 10,000 കൂടെ തരാൻ പറ്റുമോ? ഞാൻ അതും കൂടെ കൂട്ടി 25,000 തന്നേക്കാം. അപ്പൊ ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഭയങ്കര പാടാ അല്ലേ? ആ കുഴപ്പമില്ല, നിനക്കൊരു ആവശ്യം വരുമ്പം നമുക്ക് കാണാം കേട്ടോ. ആയിക്കോട്ടെ. അമ്മ അവരെപ്പോ വരും? കാശ് വേണം. നിന്നിൽ നിന്ന് ഞാനത് ഉണ്ടാക്കിയില്ല, പിന്നെ നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല.
കണ്ണിക്ക് കാശാ വലുത്. നിന്റെ ജീവൻ എനിക്ക് ഒന്നുമല്ല, മനസ്സിലായോ? നീ പോടി. നിന്നെ ഞാൻ കൊല്ലും. എന്റെ കാര്യം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം. മരിച്ചത് കോട്ടയം സ്വദേശി എബി വർഗീസ്. ഒരു മാസം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് എബിയുടെ അമ്മയും മരണപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. എടാ, നമ്മുടെ എബി ഇല്ലേ, അവൻ സൂയിസൈഡ് ചെയ്തോടാ. എന്താ റീസൺ എന്നറിയാൻ പാടില്ല. അപ്പൊ UK എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പാവം വഴിയാ ഞാൻ കാര്യം അറിഞ്ഞത്. എടാ, സോണൽ UK അവനറിയായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ. എടാ, ഞാൻ എബിയായിട്ട് അത്ര കമ്പനിയൊന്നും ഇല്ലായിരുന്നു UK വന്ന പിന്നെ അവൻ്റെ അമ്മ മരിച്ച പിന്നെ അവൻ ഒട്ടും നോർമൽ അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്ത് പണിയാടാ അവനീ കാണിച്ചേ. അവനാണെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ആ ശരിയാടാ, അവൻ്റെ സംസാര രീതിയിലൊക്കെ എനിക്കും ചില പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് അമ്മയുടെ അടുത്ത് പോകണം, അമ്മയെ നോക്കണം എന്നൊക്കെ പറയും. അമ്മ മരിച്ചതിൻ്റെ ഷോക്ക് മാറാത്തോണ്ടാവും അങ്ങനെ കരുതിയിട്ടാ ഞാനൊന്നും പറയാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഫോൺ എടുക്കാണ്ടായി. എടാ, എന്നെ വിളിച്ച് ഇതുപോലെ എന്തൊക്കെയോ പറയും. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്നോ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലണം, ആരോ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. ആ ഷോക്കായിരിക്കും. എല്ലാം പെട്ടെന്ന് ശരിയാവുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി. ഞാനിവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചായിരുന്നു. അവർക്ക് അവനെപ്പറ്റി ഒന്നും അറിയില്ല. അമ്മ മരിച്ചതുപോലും അവൻ പറഞ്ഞിട്ടില്ല. അവനോട് ആരോടും വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നാട് വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒറ്റപ്പെടലുള്ളതല്ലേ. അതിൻ്റെ കൂടെ അമ്മ പോയതും അവനെ ശരിക്കും വേവിച്ചാണ്. അവനോട് അടുത്തുണ്ടായിട്ടും ഞങ്ങൾ ശരിക്കും ഒന്ന് സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. ഇവിടെ ആർക്കും ഒന്നിൻ്റെ സമയമില്ലല്ലോ. അവൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നപ്പോൾ സഹായത്തിന് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ വീട്ടിലുണ്ടായിരുന്നേ അമ്മ പോയില്ലായിരുന്നു എന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുമായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അല്ലാണ്ട് എന്താ ചെയ്യാ. എബിയുടെ അമ്മ മരിച്ചിട്ട് അവൻ തിരിച്ച് UK ശേഷം എന്നെ വിളിച്ചിരുന്നു. അമ്മേനെ ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, നീ പെട്ടെന്ന് എന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ആകെ വിഷമമായി. ഒരു മറുപടി ഉണ്ടായാലും എനിക്ക് പറയാം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എടാ, 2 ദിവസം മുമ്പ് എന്നെ വിളിച്ച് പാതിരാത്രി വീട്ടിൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. സാധാരണ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ അത്ര വലിയ മൈനൊന്നും ചെയ്തില്ല. എന്നാലും അവൻ ഇങ്ങനൊരു പണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലോടാ.
മാരിവില്ലേ മായല്ലേ നീ ദൂരെയല്ലേ സ്നേഹപ്പൂക്കൾ കേട്ടു ഞാൻ സ്വരങ്ങൾ മനസ്സിൽ നെയ്തു ഞാൻ കഥകൾ ആരോമൽ കുഞ്ഞായി കൈകളിൽ നിൻ ആദ്യത്തെ ചുംബനം ഏറ്റതല്ലേ ആപത്തു നേരം കൈകൾ നീട്ടി നെഞ്ചോരം ചേർത്തു നീ എന്തായേ ഓർമ്മപ്പൂവേ മായല്ലേ